ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അത് കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുക്കറിൽ അരി ഒട്ടും കുഴഞ്ഞു പോകാതെ എന്നാൽ ബീഫെല്ലാം നല്ലോണം വെന്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ഒരു 3/4 കിലോ ബീഫോ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു 3 വലിയ സവാളയും 3 തക്കാളിയും അടിച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പേസ്റ്റ് ആക്കിയിട്ടല്ല. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാൻ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കും. പിന്നെ സ്പൈസസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കഴുകി വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ. പിന്നെ ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറാണ് അടിച്ചിട്ടുള്ളത്. നമ്മൾ ചോറ് ഇതിലാണ് വേവിച്ചിട്ടെടുക്കുന്നത്. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിന് കണക്കായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ എടുക്കാം. ഒരു 8-9 വിസിൽ വന്നപ്പോഴേക്കും ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെയും കുക്കറിൻ്റെയും ഇതനുസരിച്ചിട്ട് വിസിലിൽ മാറ്റം വരും കേട്ടോ. ഇനി ഇതാ നമ്മുടെ ചോറിന് ഇവിടെ ഞാൻ ജീരകശാല റൈസാണ് അടിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് വേണമെങ്കിൽ അതും എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. കൂടുതൽ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആ ഒരു തലശ്ശേരി സ്റ്റൈല് ഇറച്ചിച്ചോറ് കിട്ടണമെങ്കിൽ നമ്മുടെ ജീരകശാല, അതായത് നമ്മൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്ന അരിയില്ല, അതെടുക്കുന്നതായിരിക്കും. ഞാനിവിടെ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിന് വേണം നിങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 4.5 കപ്പ് വെള്ളം എടുക്കണം കേട്ടോ. നമ്മുടെ ബീഫ് വേവിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള അളവിൽ. അരി നന്നായി കഴുകിയതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമ്മൾ കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ കറിയിൽ ഉപ്പും കൂടി നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാൻ. ആ ഒരു ചോറിൻ്റെ അരിയും പിന്നെ ആ ഒരു കറിയും നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ ഒരു മിക്സ് ആകുമ്പോൾ മനസ്സിലായിക്കോളും ആ വെള്ളത്തിൻ്റെ അളവ്. ഇത് നമുക്ക് പ്രഷർ കുക്കറിൻ്റെ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഒട്ടും തന്നെ ഓയിൽ ചേർത്തിച്ചില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയോ ഓയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുള്ള ബീഫ് നല്ല നെയ്യുള്ള ബീഫ് എന്ന് പറയൂലേ, അതിൽ നിന്ന് ഒരു ഓയിലിൻ്റെ ആ ഒരു ഇത് വരുന്ന ആ ഒരു ബീഫായതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ അരി ഒട്ടും തന്നെ കുഴഞ്ഞും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വിട്ടിട്ടുള്ള റൈസും കിട്ടിയിട്ടുണ്ട്. അരി നന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.